10 ലക്ഷം. താങ്ക്സ് ഉണ്ട് അച്ഛാ. താങ്ക്സ് എന്നോടല്ല, നിന്റെ ചേട്ടനോട് പറ. അത് അച്ഛൻ തന്നെ പറഞ്ഞാ മതി. അതെ, നിനക്ക് കാശ് തന്നാലും അവൻ അറിഞ്ഞ വെടിവെച്ച് കൊല്ലു തന്നെ. ആദ്യം ഇതുകൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാൻ നോക്ക്. ജോലി കിട്ടിയ ഉടനെ അവന് തിരിച്ച്. എന്താ അത് പറഞ്ഞപ്പോ മുഖത്തൊരു വാട്ടം? അല്ലെങ്കിൽ അച്ഛൻ എന്നെ പണ്ടേ വിശ്വാസം. ഭയങ്കര വിശ്വാസമാണേ, കൊണ്ടിട്ടിട്ട് വാ. 10 lakhs. സർ സർ, എന്റെ വലത്തെ കണ്ണ് തുടിക്കുന്നു സർ. എന്റെ ഡെപ്പോസിറ്റോട് സേഫ് ആയിരിക്കില്ല സർ? 100% സേഫ്. രാജാവിന്റെ കാലത്തുള്ള ബാങ്ക് ഇത്. ഇതിന്റെ ഭിത്തി ഇതുവരെ ആരും തുറന്നിട്ടില്ല. ഓഹോ, ഡയറക്റ്റ് ആയിട്ട് ഡോറി കൂടി വന്നാലോ? ഇപ്പൊ ഞാൻ ആരാണെന്ന് മനസ്സിലാവും. അപ്പൊ എന്നെ മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ തട്ടിക്കളയും ഞാൻ. ഉള്ളതെല്ലാം അറിയിക്കോ. വേഗം കില്ലും പറിച്ചെടുത്തോണ്ട് വരാൻ. എല്ലാം സേഫ് ആണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എല്ലാം സേഫ് ആയിരുന്നു. എന്താടാ നീയൊക്കെ നിന്ന് കുശുകുശുക്കുന്നേ? ഇങ്ങേർക്ക് നിങ്ങളെ പേടിയില്ല? എന്നെ വാടാ കൃഷ്ണടി. എന്താണ് പേടിയില്ലാത്ത? ഇപ്പൊ പേടിച്ചു. ഞാൻ പറഞ്ഞില്ല, എന്നെ കാണുമ്പോഴേ എല്ലാവർക്കും എന്നെ പേടി. അയ്യയ്യേ പേടിച്ച് വീരപ്പന് പോലെ എന്നെ പേടിയായിരുന്നു. എന്ത് ചെയ്യാനാ? എല്ലാരും മര്യാദക്ക് എന്നെ പേടിച്ചോണം. ഈശ്വരാ, എഴുന്നേക്കടി. എന്താ ഇത്രയും നേരം ഞാൻ എല്ലാരും പേടിപ്പിച്ചോണ്ടിരുന്ന കണ്ടില്ലേ? ഞാൻ കണ്ടായിരുന്നു. നിങ്ങളിവിടെ മോഷ്ടിക്കാൻ വന്നതല്ലേ? എന്നിട്ട് എന്നെ കണ്ടിട്ട് യാതൊരു കുലുക്കൂലല്ലോ നിനക്ക്? എന്നെ കണ്ടിട്ട് പേടിയാവണില്ലേ? നിങ്ങളെ കണ്ടിട്ട് എനിക്ക് നല്ല പേടിയുണ്ട്. പേടിച്ചെന്നോ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. എവിടെ? എന്റെ ഉള്ളില്. അപ്പൊ എന്നെ വടിയാക്കിയതാണല്ലേ? ഇത് കണ്ട, ഇതാണ് പേടി. ഞാൻ അവരെക്കാളും ഒക്കെ പേടിക്കുന്നുണ്ട്. എന്നിട്ട് അത് പുറത്ത് കാണിക്കാത്തത്? കാണിക്കോ? എന്നെ നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അണ്ണാ, അവള് പേടിച്ചണ്ണ. പോലീസ് പോരും. വാ, നമുക്ക് പോവാം. നീ രക്ഷ മിണ്ടരുത്. ഇവളെ പേടിപ്പിച്ചിട്ടല്ലാതെ ഞാൻ വരില്ല. പേടിക്കണേ. അയ്യോ, സത്യമായിട്ട് ഞാൻ എന്റെ ഉള്ളിൽ ഒത്തിരി പേടിക്കുന്നുണ്ട്. എന്നെ കണ്ടിട്ട് ഒരു കിഴങ്ങനെ പോലെ തോന്നുന്നില്ലേ? മാസ്ക് വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല. കണ്ടോ? എന്റെ മോന്ത കണ്ടിട്ട് ആ കൊച്ചു വരെ വീണു. എന്നിട്ട് നീ എന്താടി പേടിക്കാത്ത? പേടിക്കടി. എന്നാ ഞാൻ കാണിച്ചതാടി. എവിടെ പോയി? നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചാ സാധിച്ചു തരൂ? സാധിച്ചു തരാലോ. എനിക്ക് വേണ്ടി ഒരേ ഒരു പ്രാവശ്യം പേടിക്കോ? ഓക്കെ. എന്നാ പേടിക്ക്. പേടിച്ചാ? എനിക്കിനി ജീവിക്കണ്ടായേ. എന്നെ സേവ് ചെയ്തതിന് താങ്ക്സ്. നിനക്കെന്താ വട്ടാണോ? അവന്റെ ഒരു സമാധാനത്തിന് വേണ്ടി നിനക്കൊന്ന് റിയാക്ട് ചെയ്ത് എന്തായിരുന്നു? നീ എന്തിനാ ഓരോ കാര്യത്തിന് ആവശ്യമില്ലാതെ ഓവർ ആക്ട് ചെയ്യുന്നേ? എന്നെ പോലെ നോർമൽ ആയിട്ടിരുന്നൂടെ? നീ നോർമലോ? അബ്നോർമല്? എന്റെ അമ്മോ, അപ്പൊ അവളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ സമ്മതിക്കണമല്ലോ. ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ഇങ്ങനെയാ. ഈശ്വര, ഫാമിലി പാക്കേജാ? നിങ്ങളെല്ലാം ഈ കണ്ടീഷനിലാക്കിയ ആ വ്യക്തി ആരാ? മൈ ഫാദർ മിസ്റ്റർ പ്രേം പ്രകാശ്, ഹൈലി സക്സസ്ഫുൾ ബിസിനസ്മാൻ. എല്ലാ കാര്യത്തിനും അതിന്റേതായ കൃത്യനിഷ്ഠ പാലിക്കണമെന്ന് നിർബന്ധമുണ്ട് അദ്ദേഹത്തിന്. അൺഹെൽത്തി ഫുഡായാലും അൺഹെൽത്തി വാക്കുകളായാലും അച്ഛൻ മണത്ത് കണ്ടുപിടിക്കും. ഒരു ഡ്രൈവറുടെ ഒന്ന് ഉറക്കെ സംസാരിച്ച അപ്പായൊക്കെ ഉരുപൊട്ടും. അടുത്തടായി പണി. അവൻ നമ്മുടെ വീട്ടിൽ അൺപാർലമെന്ററി ലാംഗ്വേജ് യൂസ് ചെയ്തു. അവനെ പറഞ്ഞു വിട്ടേക്ക്. പൂഞ്ഞാറ് ഒരു തെറിയാ? അപ്പൊ നിന്റെ അച്ഛനങ്ങനെ എന്റെ ഭാഷ കേട്ടാ ഗണ്ണിന് സൈലൻസർ ഫിറ്റ് ചെയ്ത് സ്വയം വെടിവെച്ച് ചത്തുകളയും. വളരെ ഡിസിപ്ലിൻഡ് പേഴ്സൺ. ഞങ്ങളുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് തന്നെ നടന്നിരിക്കണം. അതാണ് അച്ഛന്റെ രീതി. സോറി. ഈ അടുത്ത കാലത്തെങ്ങാനും ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെന്റ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ലാസ്റ്റ് വേൾഡ് കപ്പ് വിൻ ചെയ്ത സമയത്ത് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തില്ല? ഞങ്ങളും എൻജോയ് ചെയ്തിരുന്നു.
Absolutely magnificent. Dhoni finishes off in style. A magnificent strike into the crowd. India lift the World Cup after 28 years. The party started. നിനക്ക് എന്നെ ഒന്ന് കൊന്നു തരാൻ പറ്റുമോ? നിനക്ക് വേറെ എന്റർടൈൻമെന്റ്സ് ഒന്നുമില്ലേ? എവറി വീക്കെൻഡ് ഞങ്ങളുടെ വീട്ടിൽ എന്റർടൈൻമെന്റ് പ്രോഗ്രാം ഉണ്ടാവാറുണ്ട്. അന്ന് ഞങ്ങൾ എല്ലാവരും പൊട്ടിച്ചിരിച്ച് ഞങ്ങളുടെ പണി തീരും. ഞങ്ങൾ മുഴുവൻ ഡേ ഇവിടെ ഇരുന്ന് ഉള്ളിൽ ചിരിച്ച് ചിരിച്ച് ഞങ്ങളുടെ ശ്വാസം മുട്ടുക. എനിക്കും മുട്ടുന്നുണ്ട്. കൺട്രോൾ കൺട്രോൾ കൺട്രോൾ. നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ പലതും നമുക്ക് നേടാൻ കഴിയും. മാങ്ങാ തൊലിയാണ്. അയാളുടെ ഫേസിൽ ഒരു എക്സ്പ്രഷനും വരാതെ വെറുതെ ഫിലോസഫിയും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഹോൾഡ് യുവർ ടങ്. ഹി ഈസ് എ വെരി പ്രാക്ടിക്കൽ പേഴ്സൺ. അതെ, നിങ്ങളുടെ അച്ഛനെന്താ വല്ല ആശ്രമവും നടത്തുവാണോ? നോക്കിയേ, സന്തോഷം വന്നാലും സങ്കടം വന്നാലും അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം, അല്ലാതെ ഉള്ളിൽ വെച്ചോണ്ടിരും. ബൈ. ഏയ് സ്പന്ദന, ഇനി മുതൽ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നിന്റെ ഉള്ളിലെ ഫീലിങ്സ് എന്താണെന്ന് എനിക്ക് അറിയണം. എത്ര കാലം നിനക്ക് അതിങ്ങനെ മൂടി വെച്ചോണ്ടിരിക്കാൻ പറ്റും മോളെ?